25 ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്നാണ് കലാഭവൻ നവാസിനെ മരണപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള കുഴഞ്ഞു വീണ് ചെറിയ രീതിയിൽ ശ്വാസമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് നടന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്നും പറയുന്നു. അല്ല, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി മരണപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മാത്രമേ കൃത്യമായ വിവരം അറിയാൻ സാധിക്കൂ. പ്രാഥമികമായി പോലീസ് പറയുന്നത് ഹൃദയാഘാതമാണ് എന്നാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറെക്കാലമായി സിനിമയിൽ നിന്ന് മാറി നിന്ന നവാസ് ഈ അടുത്ത കാലത്താണ് സിനിമയിൽ ചില നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നത്. പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിക്കാനായി ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിലായിരുന്നു കഴിഞ്ഞ 25 ദിവസമായി അദ്ദേഹം. ഇനി 2 ദിവസത്തേക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു ഈ വിയോഗം സംഭവിച്ചത് എന്നുള്ളതാണ് എല്ലാവരെയും, അതായത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തവരെയും ഒക്കെ സങ്കടത്തിലാഴ്ത്തുന്നത് അതാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ശനിയാഴ്ച, അതായത് ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. മരണവിവരം അറിഞ്ഞ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. കലാകുടുംബത്തിലായിരുന്നു നവാസിൻ്റേത്. അച്ഛൻ അബൂബക്കർ നടനായിരുന്നു. സഹോദരൻ കലാഭവൻ നിയാസും സജീവ സിനിമാക്കാരനാണ്. ഭാര്യ രഹിനയും സീരിയലിലും സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. വാത്സല്യം സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കുഞ്ഞമ്മാവന്റെ വേഷം. ആ വേഷം അനശ്വരമാക്കിയ അബൂബക്കർ എന്ന നടന്റെ മകനാണ് നവാസ്. വടക്കാഞ്ചേരി ഏങ്കക്കാട് വടകര വീരാരൂവിന്റെ മകനായ അബൂബക്കർ അവിടുത്തെ നാടൻ കലാസമിതിയിലൂടെയാണ് കലാരംഗത്തേക്ക് കടക്കുന്നത്. 1968 പോക്കറ്റ് ലാബ് എന്ന നാടകത്തിലൂടെയും ഇതിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. നിരവധി അവസരങ്ങൾ പിന്നീട് അബൂബക്കറിനെ തേടിയെത്തി. ചങ്ങനാശ്ശേരി ഗീത നാടക സമിതിയിൽ 7 വർഷം പ്രവർത്തിച്ചു. പിന്നീട് കോട്ടയം നാഷണൽ തിയേറ്ററിലേക്ക് മാറി. സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ സംവിധായകൻ ഭരതനാണ് അബൂബക്കറിനെ സിനിമയിൽ എത്തിക്കുന്നത്. രാമു കാര്യട്ടിലെ ദീപ്, അഗ്നി, കേളി, വളയം, വാത്സല്യം, ഭൂമിഗീതം, സല്ലാപം തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അബൂബക്കർ പ്രേക്ഷകരുടെ ഇഷ്ടനടനായി. നാടകത്തിലും സിനിമയിലും ആർദ്രമായ ഭാവാഭിനയം കൊണ്ട് അബൂബക്കർ തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത അമ്മ, അമ്മായിയമ്മ, തിരകൾക്കപ്പുറം തുടങ്ങിയ ചിത്രങ്ങൾ കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും നടന്നില്ല. വാത്സല്യത്തിലെ അബൂബക്കറിന്റെ കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു. അച്ഛന്റെ വഴിയാണ് മകൻ നവാസും കലാരംഗത്തെത്തുന്നത്. മിമിക്രിയിലൂടെ സജീവമായി. കലാഭവനിൽ എത്തിയതോടെ പാട്ടും ഭാവാഭിനയവുമായി കത്തിക്കയറി. നടി ഫിലോമിനയുടെ ശബ്ദാനുകരണം നവാസിനെ താരമാക്കി. സ്ത്രീ ശബ്ദത്തിലെ പാട്ടുകളും വേദികളിൽ അവതരിപ്പിച്ച് നവാസ് കയ്യടി നേടിയിരുന്നു. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു വൈകിട്ട് 6 മണിയോടെ ഹോട്ടലിലെത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. 8 മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു. സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. 8 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിന് 9 മണിയായിട്ടും പുറത്തു വരാതിരുന്നത് കാരണം ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. മറ്റ് സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇതോടെ റൂമിൽ പോയി നോക്കിയത് റൂം അകത്തു നിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടു. സോപ്പും തോർത്തും വസ്ത്രവും അടക്കം കട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ശരീരത്തിന് അനക്കമുണ്ടായിരുന്നു. 9 മണിയോടെ ആശുപത്രിയിൽ എത്തി. അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചു. നടനും നാടകകലാകാരനുമായ അബൂബക്കറാണ് നവാസിന്റെ പിതാവ്. നടി രഹിന നവാസ് ഭാര്യയാണ് രഹിന. 2002 ഇരുവരും വിവാഹിതരാവുന്നത്. 3 മക്കളാണ് ഇവർക്കുള്ളത്. ലൊക്കേഷനിൽ പതുപോലെ കളി തമാശകളും ഒക്കെയായി നവാസ് സജീവമായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് 5:30 വരെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് ചിരിച്ചുമൊക്കെയാണ് മടങ്ങിയത്. ചോറ്റാനിക്കരയിൽ ഒരു വനഭാഗത്ത് വെച്ചായിരുന്നു പ്രകമ്പനത്തിന്റെ ഷൂട്ടിംഗ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലെ പ്രകടനത്തിലൂടെ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കലാഭവൻ നവാസ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ
ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് കലാഭവൻ നവാസായിരുന്നു. എന്നാൽ ഈ കഥാപാത്രം ചെയ്ത നവാസാണത് ചിത്രം OTT-യിലെത്തിയപ്പോഴാണ് പലർക്കും മനസ്സിലായത്. നവാഗതരായ ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. 1995-ൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ജൂനിയർ മാൻഡ്രാക്ക്, അമ്മ അമ്മായിയമ്മ, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാമാമ, മൈ ഡിയർ കരടി, വൺ മാൻ ഷോ, വെട്ടം, ചട്ടമ്പിനാട്, കോബ്ര, ABCD, മൈലാഞ്ചി മഞ്ചുള്ള വീട്, മേരാ നാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. പാലക്കാടൻ സ്ലാങ്ങിലൂടെ കത്തിക്കയറുന്ന, ആരും ചിരിപ്പിക്കുന്ന നമ്പർ, അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു താരമായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ വിയോഗം പലരും ഇപ്പോഴും ഞെട്ടലോടെയാണ് കേൾക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകിട്ട് വരെ പ്രകമ്പനം സിനിമാ ലൊക്കേഷനിൽ ചിരിച്ചും കളിച്ചും ആളുകളോടൊപ്പം സന്തോഷവാനായിരുന്ന അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഹൃദയാഘാതമാണ് എന്നതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. കലാഭവൻ നവാസിന്റെ സിനിമാ ലോകത്തേക്കുള്ള കടന്നുവരവ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാദം പിന്തുടരുന്നതായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും സങ്കടമുണ്ടായിരുന്ന ഒരു കാര്യം, അച്ഛൻ അബൂബക്കറിന്റെ മരണസമയത്ത് തനിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് പല വേദികളിലും അദ്ദേഹം കണ്ണു നിറഞ്ഞ് ആ വാക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാതെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു നവാസിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അച്ഛൻ അബൂബക്കർ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നാട്ടിലില്ലായിരുന്നു. ബഹ്റൈനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയിരുന്നു. ആ സമയത്തായിരുന്നു അച്ഛൻ്റെ മരണം. ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് ബഹ്റൈനിൽ നിന്ന് വരാൻ കഴിയില്ല. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അച്ഛൻ്റെ മൃതദേഹം ഒരുപാട് ദിവസം വച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായപ്പോൾ കുടുംബാംഗങ്ങൾ മൃതദേഹം കവറടക്കുകയാണ് ഉണ്ടായത്. അതാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി ഇപ്പോഴും നിൽക്കുന്നതെന്ന് അദ്ദേഹം പല വേദികളിലും പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. പല വേദികളും ജഡ്ജസായൊക്കെ വന്നിരുന്ന നവാസ് ഒരിടയ്ക്ക് നവാസ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം സിനിമയിൽ ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ പല സീരിയലിലും അല്ലെങ്കിൽ പല വേദികളിലും ഇപ്പോഴത്തെ ഈ ചിരികളുടെ റിയാലിറ്റി ഷോ വേദികളിലുമൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിനിമയിലും സജീവമായിരുന്നു. ഈ പ്രകമ്പനം ഉൾപ്പെടെ നിരവധി സിനിമയിൽ ചെറിയയും പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്ന സഹപ്രവർത്തകരെയും സഹതാരങ്ങളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവാസിനെ ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ കുടുംബത്തിന് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അപൂർവം ആ താരങ്ങൾ മാത്രമേ ഉള്ളൂ കുടുംബത്തിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് സിനിമാ രംഗത്ത് നിൽക്കുന്ന അത്തരത്തിലൊരാളാണ് നവാസ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് മീഡിയ മലയാളത്തിൻ്റെ ആദരാഞ്ജലികൾ ഞങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള എല്ലാ ശക്തിയും ഉണ്ടാകട്ടെ.